ശ്രീനാരായണ പരമഗുരവേ നമഃ. ശിശിരീകുർവദേ ശാന്തൈഃ കടാക്ഷൈഃ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ധർമ്മത്തിലെ രണ്ടാമത്തെ സർഗത്തിൽ ദൈവത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണ് നമ്മൾ സംസാരിച്ചത്. ദൈവം എന്നുള്ള ആ വാക്ക് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ദ്യോതിപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ വാക്കിൻ്റെ അർത്ഥം മാത്രം അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ അത് ഒരു ഭാഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ രീതിയിൽ അങ്ങനെ നമുക്കതിൻ്റെ ഒരുപാട് ആഴത്തിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പം അതിനുള്ള ഒരു വേദിയൊന്നുമല്ല ഇത്. നമ്മൾ ആ ഒരു ഏറ്റവും ലളിതമായിട്ട് ദൈവം എന്ന് പറയുമ്പോൾ അതെന്തിനെ കുറിക്കുന്നതാണ്, അതിൻ്റെ ഒരു സാരാംശം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പൊതുവെ നമ്മളെല്ലാം ഈ ചെറുപ്പം തുടങ്ങി അച്ഛനും അമ്മയും അയൽവക്കക്കാരും പുരോഹിതന്മാരും സന്യാസിമാരും ഉൾപ്പെടെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു വാക്കാണ് ദൈവം. ദൈവകോപം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കൊച്ചുനാൾ തുടങ്ങി ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ എല്ലാ മതത്തിലെയും ആളുകൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മതം മാത്രമല്ല, എല്ലാ മതത്തിലെ ആശാന്മാരും നമ്മളെ ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മളെ ഭംഗിയായിട്ട് പേടിപ്പിച്ച് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മളോട് കോപിക്കും, നമ്മൾ ഇന്നതുപോലെ വലം വെച്ചില്ലെങ്കിൽ നമ്മളോട് ദൈവം കോപിക്കും എന്ന് വേണ്ട എന്തൊക്കെയാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യാപ്തി അറിയാൻ പറ്റും. നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പോലും ഈ പേടിയിൽ നിന്ന് മുക്തരല്ല എന്നുള്ളതാണ്. പുറത്ത് അവർ വലിയ അഭിനയമൊക്കെ ഉണ്ടാവും. കാരണം ഞങ്ങൾക്കറിയാം എത്രയോ നിരീശ്വരവാദികളായിട്ടുള്ള പുറത്ത് മറ്റു രീതിയിൽ പറയുന്ന ആളുകളൊക്കെ രഹസ്യമായിട്ട് നമ്മുടെ അടുത്ത് വരികയും നമ്മുടെ അടുത്ത് സംസാരിക്കുകയും അവർക്ക് ഒരു പരിഹാരം പൂജയിലായാലും ശരി അല്ലാത്ത രീതിയിലൊക്കെ ഒരു ആശ്വാസം, ഒരു പിടിവള്ളിയായിട്ട് വരാറുണ്ട്. പക്ഷെ പൊതുവേദികളിൽ ഇവരെല്ലാം ഭയങ്കരമായിട്ടുള്ള ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് ദൈവം എന്നുള്ള ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു വിഷയം നമുക്കത് പെട്ടെന്ന് തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഗുരുദേവൻ വളരെ ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് ദൈവദശകത്തിൽ നീ സത്യം ജ്ഞാനം ആനന്ദം എന്നൊക്കെ പറയുമ്പോഴും അതൊരു പ്രഹേളികയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മുടെ കുടുംബപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ദേവതയുണ്ട്, കുല ദൈവം എന്നൊക്കെ പറയും, ഉപാസനാ ദേവതയുണ്ട്. അതുകൂടാതെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ട്. ഇതിനെല്ലാം ചുറ്റിപ്പറ്റി
ഓരോ കഥകളും നമ്മളെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളും ഒക്കെ ആണ് നിൽക്കുന്നത്. എന്നാൽ ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും മൂക്കില്ലാതെ ഘ്രാണിക്കുകയും അല്ലേ ചെയ്യുന്ന ഒരു ചിത്പുരുഷനാകുന്നു എന്ന് ഗുരു വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ദൈവദശകത്തിലും ആത്മോപദേശ ശതകത്തിലും പഠിപ്പിച്ചാലും ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ ഒരു കാര്യം പറഞ്ഞാൽ ഇതെല്ലാം അവിടെ കളയും. പിന്നെ ആ ജ്യോത്സ്യൻ പറയുന്നതിലാണ് വിശ്വാസം. ജ്യോത്സ്യൻ ഈ വക കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകൾ ഈ ദൈവങ്ങളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ധൈര്യമായിട്ട് അതിനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഭയം നിലനിൽക്കുന്നത് കൊണ്ട് നമ്മളതിനെ ചോദ്യം ചെയ്യാറില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. കാരണം അങ്ങനെ ചോദിച്ചാൽ പിന്നെ ഇനി ദൈവം കോപിച്ചാലോ? അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വഴിവിട്ട് ഭയപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഗുരുദേവൻ ഈ ദൈവത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഭക്തന്മാരൊക്കെ സമീപിച്ചപ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മളോട് പറയുകയാണ് ഗുരു. എത്രയോ വർഷങ്ങളായി ഗുരു ഈ കാര്യം പറഞ്ഞു വച്ചിട്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾക്ക് അത് നമ്മുടെ കാതിൽ ഇതുവരെയും വന്ന് പെടാതിരുന്നത്? നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ കുടുംബ ക്ഷേത്രം, അതല്ലെങ്കിൽ നമ്മൾ നിലകൊള്ളുന്ന സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ശാഖയുടെയോ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെയോ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ആ ക്ഷേത്രങ്ങളുമായി ചുറ്റിപ്പറ്റി നമ്മൾ നമ്മുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഗുരു പറഞ്ഞതും ഗുരുവിൻ്റെ മഹത്തായിട്ടുള്ള ആ സങ്കല്പങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റാതെ പോയത്? നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും, അത് സമുദായപരമായാലും മതപരമായാലും ഓരോ രാജ്യത്ത് ഉള്ളതായാലും ഭൂരിഭാഗം ജനങ്ങളെയും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ഒന്നിൻ്റെ പേരിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ചൂഷണം ചെയ്യുക എന്നുള്ളത് ബുദ്ധിമാന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ട നമ്മളെല്ലാം എത്രയോ തലമുറകളായി ഭയപ്പെടുത്തി ഇവർ ചൂഷണം ചെയ്യുന്നു. ഇത്തിക്കണ്ണികളെ പോലെയാണ്. അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അരുവിപ്പുറത്ത് ആദ്യത്തെ ശിവപ്രതിഷ്ഠ നടത്തിയത്. പക്ഷേ ആന എത്ര വേണം, കരിമരുന്ന് എത്ര വേണം, മറ്റു ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങൾ ഒക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ചിന്തയും ആലോചനയും. കാരണം എന്താണ്? അതിൻ്റെ പേരിൽ ഒരുപാട് പണം സമ്പാദിക്കാം. ഈ ക്ഷേത്രങ്ങളിൽ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച് ഒക്കെ സംസാരിച്ചാൽ അത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. ഒരിക്കൽ ഞാൻ അരുവിപ്പുറത്ത് എൻ്റെ അടുത്ത് ഒരു ക്ഷേത്രക്കാരൻ എന്നെ വന്ന് വിളിച്ചു. ഉത്സവമാണ്. ആ സമയത്ത് അവിടെ ഒരു പ്രഭാഷണം നടത്തണം. ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം. അപ്പം ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു,
ഉത്സവകാലമാണ്, ആളുകൾ ഈ പ്രഭാഷണമൊന്നും കേൾക്കാതിരിക്കില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം. കേട്ടില്ല. അവർ നിർബന്ധിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ദീപാരാധന നടക്കേണ്ട സമയമായി വരുന്നു. അവർ സ്റ്റേജിലൊരു മൈക്കൊക്കെ തന്ന് എന്നെ പരിചയപ്പെടുത്തി. പ്രഭാഷണം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിൻ്റെ മുൻപിൽ 10-20 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെയൊക്കെ കാഴ്ചകൾ കാണാൻ പോയിരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, മൈക്ക് ഒരുപാട് സ്ഥലത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്, സ്വാമി പ്രഭാഷണം നടത്തിക്കോളൂ, ആളുകൾ അവിടെ ഇരുന്ന് കേൾക്കും. എന്നെ ഉപദേശിക്കുക. ദൂരദേശങ്ങളിലിരിക്കുന്ന ആളുകളുമായിട്ട് സംവദിക്കാനോ ഒന്നുമല്ല ഞാൻ ചെന്നത്, അവിടെ നമ്മുടെ മുൻപിലിരിക്കുന്ന ആളുകളുമായിട്ട് സംവദിക്കാനാണ്. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമി അങ്ങനെയല്ല, സ്വാമി സംസാരിക്കണം. ഞാൻ സംസാരിച്ചു തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ദീപാരാധനയ്ക്ക് അവിടെ മണിയടിച്ചു. ഈ ഫ്രണ്ടിലിരുന്ന ആളുകളെല്ലാവരും കൂടി എഴുന്നേറ്റ് ഒറ്റ ഓട്ടമാണ്. പിന്നെ ഞാൻ ആരോടെ സംസാരിക്കുക? ഞാനതുകൊണ്ട് അപ്പം തന്നെ മൈക്കിലൂടെ പറഞ്ഞു, എന്നെ ഇവിടെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രഭാഷണം നിർത്തി പുറത്തിറങ്ങി. അപ്പോഴേക്കും ഭാരവാഹികളെല്ലാം ഓടി വന്നു, സ്വാമി അത് നിർത്തരുത്, സ്വാമി പറയണം. ഞാൻ ആരോട് പറയും? അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. പക്ഷേ സംഭവം ഇതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ആളുകൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ദീപാരാധനയ്ക്ക് മണിയടിച്ച് ഓടിപ്പോയ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നു. അതായത് കുളത്തൂർ ഗുരു ആ ക്ഷേത്രമുറ്റത്ത് വിശ്രമിക്കുകയാണ്. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് പിന്നീടാണ്. ഗുരുവിൻ്റെ അടുത്ത് ഭക്തന്മാരെല്ലാം വന്നിരുന്ന് ഗുരുവിൻ്റെ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ദീപാരാധനയ്ക്ക് മണിയടിച്ചു. ഗുരുവിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എല്ലാവരും ക്ഷേത്രത്തിൻ്റെ ദീപാരാധന തൊഴാൻ വേണ്ടി പോയി. ഗുരു ഒന്ന് ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. കാരണം എന്താണ്? സാക്ഷാൽ ആ പരബ്രഹ്മ സ്വരൂപം ദൈവം ഇവിടെ മുൻപിലിരുന്ന് സംസാരിക്കുകയാണ്. ആ പരബ്രഹ്മ സ്വരൂപൻ പ്രതിഷ്ഠിച്ച ആ വിഗ്രഹത്തിൻ്റെ മുൻപിലേക്കാണ് ഈ സജീവമായ പ്രകാശസ്വരൂപത്തിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഓടിപ്പോയത്. അത് ഓർത്തിട്ട് ഗുരുവിന് ചിരി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ദൈവസങ്കല്പത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് ശരിക്കുള്ള ദൈവം. അത് തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ബാഹ്യമായിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് പുറത്ത്. അപ്പോൾ അതിൽ നിന്ന്, കാരണം മനസ്സിൻ്റെ ഏകാഗ്രതയും മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമുക്ക് ഈ സത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റണം, അതിനെ സാക്ഷാത്കരിക്കാൻ പറ്റണം. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഗുരുവിൻ്റെ ദൈവ വിചാരത്തെക്കുറിച്ച്, എന്താണ് ദൈവം എന്ന് പറയുന്നതിനെക്കുറിച്ച്, ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാനായിട്ട്. അപ്പോൾ തത്വാന്വേഷണ നിഷ്ണാതൈർ വിമർശ വിശദാശയൈ പ്രണീത വാക്യപടലേ സത്യൈകസ്യ ഇതി ഘുഷ്യതി. തത്വാന്വേഷണ നിഷ്ണാതൈഹി, തത്വങ്ങൾ അന്വേഷിച്ചറിയുന്നതിൽ ശേഷിയുള്ളവരും, വിമർശ വിശദാശയൈഹി ഋഷീശ്വരൈഹി, വിമർശം കൊണ്ട് വിശുദ്ധമായ മനസ്സോടുകൂടിയ ഋഷീശ്വരന്മാരാൽ, പ്രണീത രചിക്കപ്പെട്ട വാക്യപടലി, ഈ വേദവാക്യങ്ങൾ
ഏകസ്യ ഒന്നിന് മാത്രമേ സത്തയുള്ളൂ എന്ന് ഇതി ഘുഷ്യതി ഘോഷിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ ഋഷീശ്വരന്മാരുടെ വാക്യത്തിന് മാത്രമേ, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ തത്വബോധം, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഗുരുക്കന്മാരുടെ തത്വങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ അവരുടെ ആ ഒരു അവർ പറയുന്ന വേദവാക്യങ്ങളിൽ മാത്രമാണ് എന്തുള്ളത്, ശരിയായിട്ടുള്ള സത്ത ചൈതന്യം ഉള്ളൂ. അവരതിന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മൾ പ്രമാണമായിട്ട് എടുക്കേണ്ടത്. അനേക സത്തോപന്യാസേ വാക്യാർത്ഥസ്യ അനവസ്ഥിതി തദേക പരമോദേവോ മതവാക്യാർത്ഥ സമ്മത. അനേക സത്തോപന്യാസേ, അനേക ദൈവത്തിന് സത്ത ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ വാക്യാർത്ഥത്തിന് അനവസ്ഥിതി, വ്യവസ്ഥയില്ലായ്മ എന്നുള്ളത് ദോഷം സംഭവിക്കും. അതിനാൽ മതവാക്യാർത്ഥ സമ്മത, മതവാക്യാർത്ഥത്തിന് സമ്മതവും പരമദേവ ശ്രേഷ്ഠവും ആയ ദൈവം ഏകഃ ഒന്ന് തന്നെയാകുന്നു. അപ്പോൾ ദൈവം ഒന്നല്ല അനേകമുണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വേദവാക്യങ്ങൾക്ക് വ്യവസ്ഥയില്ലെന്ന് വരും. അതുകൊണ്ട് സർവസമ്മതവും ശ്രേഷ്ഠവുമായിട്ടുള്ള ദൈവം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വ്യവസ്ഥ ഇല്ലായ്മ എന്നുള്ള രീതിയിലേക്ക് പോകാൻ പാടില്ല. അതങ്ങനെ സംഭവിക്കത്തുമില്ല. ഗുരു പറയുകയാണ്, വിഭിന്ന മതഭാജസ്തു സർവേ സമത നിശ്ചിതാഹ സ്വമത നിശ്ചിതാഹ ഏകോ ദേവ ഇതി പ്രാഹു ഏകത്വം സർവസമ്മതം. ഇനി വിഭിന്ന മതഭാജ, ഭിന്നമതങ്ങളെ അവലംബിക്കുന്ന സർവേ എല്ലാവരും സ്വമത നിശ്ചിതാഹ തൻ്റെ മതത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേവഃ ഏകഃ ഇതി ദേവൻ ഒന്നാണ് എന്ന് പ്രാഹു പറയുന്നു. ഏകത്വം ഒന്നാണെന്നുള്ള ആ അവസ്ഥ